ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മൾ ഇന്നൊരു ടീനേജ് ഗേളിൻ്റെ അളവിൽ ചുരിദാർ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോയാണ്. നമ്മളൊരു ലൈനിങ് ക്ലോത്ത് ആണ് എടുത്തിരിക്കുന്നത്. 2 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. നമ്മളതിനെ 4ആയിട്ട് മടക്കി ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇതുപോലെയൊന്ന് ലെവൽ ചെയ്തുകൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ക്ലോത്തിന് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിൽ നിന്നൊരു 3 ഇഞ്ച് കുറച്ച് നമ്മൾ ലൈനിങ് ക്ലോത്തിന് ലെങ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് മെയിൻ ക്ലോത്തിന് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിൽ നിന്നൊരു 3-4 ഇഞ്ച് കുറച്ച് നമ്മളുടെ ലൈനിങ് ക്ലോത്തിന് ലെങ്ത് കൊടുത്താൽ മതിയേ. നമ്മളിപ്പോൾ അതുപോലെ ഇങ്ങനെ ഇപ്പം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരും അവനവന് വേണ്ട അളവാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമ്മളുടെ ടോട്ടൽ ഷോൾഡർ എത്രയാണോ അതിൻ്റെ നേരെ പകുതിയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മളിപ്പം നമ്മളുടെ നെക്കിന് ഒരുപാട് ലെങ്ത് ഒന്നും കൊടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നേരെ പകുതിയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ബാക്ക് പോർഷൻ നെക്കിന് നല്ല ലെങ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അളവുകളിൽ വ്യത്യാസം വരുവേ. നമ്മളിപ്പം നേരെ പകുതി ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ആം ഹോളിലാണ് മാർക്ക് ചെയ്യുന്നത്. നമുക്കൊരു 6 ഇഞ്ചാണ് ആം ഹോൾ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്ന് നമ്മളുടെ ആ ഷോൾഡറിന് കൊടുത്തിരിക്കുന്ന കറക്റ്റ് അളവാണോ എന്ന് ഇതുപോലെയൊന്ന് നമ്മൾ നോക്കുക. എന്നിട്ട് നമ്മൾ ഈ പോയിൻറ്റുകളെ തമ്മിൽ ഇതുപോലെ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അത് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുകയാണ്. ടീനേജ് ഗേളിനായതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ലൂസൊന്നും കൊടുക്കുന്നില്ല, കാരണം ഒരു 30 ഇഞ്ച് ചെസ്റ്റ് അളവിലാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ആ പോയിൻറ്റിൽ നിന്ന് നമുക്ക് ഈ ആം ഹോൾ പോയിൻറ്റ് കറക്റ്റ് സെൻറ്റർ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ പോയിൻറ്റുകളെ നമ്മൾ ഇതുപോലെ ഷോൾഡറിനെ ഇതുപോലെ നമ്മളിങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കറക്റ്റായിട്ട് വരച്ച് കൊടുത്തു. ഇനി നമ്മൾ ഷോൾഡർ പോയിൻറ്റിൽ നിന്ന് നമ്മൾ വേസ്റ്റ് അളവ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു 11.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ലെങ്ത് പൊക്കമൊക്കെ ഒരുപാടുള്ളവർ അത് 12.5 13 ഒക്കെ ആക്കിക്കോണേ. ഇനി നമ്മളുടെ ടോട്ടൽ വേസ്റ്റ് നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അവിടെയും നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഹിപ്പ് പോയിൻ്റാണ് ഇത് മാർക്ക് ചെയ്തതിന് ശേഷം മാർക്ക് ചെയ്യാനുള്ളത്. ഈ ഒരു പോയിൻ്റ് നമ്മൾ ഇതുപോലെ വരച്ച് കൊടുക്കുന്നു. എന്നിട്ട് ഈ ഒരു ഭാഗങ്ങളെ തമ്മിൽ നമ്മൾ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഷോൾഡർ പോയിൻറ്റിൽ നിന്ന് നമ്മളൊരു 17.25-18 ഇഞ്ചോളം നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതും പൊക്കം അനുസരിച്ച് വ്യത്യാസം വരുവേ. ഇത് നമ്മളൊരു നോർമൽ പൊക്കമാണ്. അതിനുശേഷം നമ്മുടെ ടോട്ടൽ ഹിപ്പിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് മാർക്ക് ചെയ്യുക. എന്നിട്ട് 1 ഇഞ്ചേ നമ്മളിവിടെ കൂടുതൽ കൊടുക്കാവുള്ളൂ. സ്ലിറ്റ് ഇടാനാണെങ്കിൽ 1 ഇഞ്ചേ കൊടുക്കാവുള്ളൂ. എന്നിട്ട് ഈ പോയിൻറ്റിനെ നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്ത് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കിട്ടുകയും ചെയ്യുവേ. ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കേണ്ടത്. ടീനേജുകളൊക്കെ ആകുമ്പോൾ ഒട്ടും വണ്ണമില്ല. അപ്പം ഈ ഒരു അളവ് കറക്റ്റാണ്. വണ്ണം ഉള്ളവർക്കാണെങ്കിൽ അതിൻ്റെ അളവിൽ എടുത്തോണേ. ടീനേജുകളാണെങ്കിലും വണ്ണം ഉള്ളവർക്ക് ആ ഒരു മെത്തേഡിൽ അവനവൻ്റെ വണ്ണത്തെ കണക്കാക്കി ചെയ്തോണേ. ഇനി നമ്മൾ ഈ ഒരെണ്ണം തന്നെ കറക്റ്റ് അളവ് നമ്മളുടെ ഈ ബോട്ടം ഭാഗത്ത് വേണമെങ്കിൽ കൊടുക്കാം. നമുക്കല്ലെങ്കിൽ 1 ഇഞ്ചൊക്കെ കൂടുതൽ കൊടുക്കാവേ. ഒരുപാടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല വണ്ണമില്ലാത്തവർക്ക്. അപ്പം നമ്മളിപ്പോൾ ഇതുപോലെ 1 ഇഞ്ച് കൂടെ ഒന്ന് സൈഡൊന്ന് സ്ലിറ്റ് ചെയ്തെടുക്കാനായിട്ടുള്ളത് കൊടുത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല നീറ്റായിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് എങ്ങനെയാണോ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ അങ്ങ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല നീറ്റായിട്ട് നമുക്കിതുപോലെ കട്ട് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുമേ. നല്ല നീറ്റായിട്ട് നമ്മളിപ്പം ഇതുപോലെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പം ആം ഹോൾ ഒരുമിച്ചിട്ടാണ് അങ്ങ് കട്ട് ചെയ്തിരിക്കുന്നത്, ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും കൂടെ. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ചിട്ട് തന്നെ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്യുകയാണ്. നമ്മൾ ഫ്രണ്ട് പോർഷൻ പിന്നീടൊന്ന് മാറ്റി വരയ്ക്കുന്നുണ്ട്. അത് നമ്മൾ ഇതിൻ്റെ ബാലൻസ് ആയിട്ട് കാണിക്കുന്നതാണ് വീഡിയോസ് മുന്നോട്ട് പോകുമ്പോഴേ. അപ്പം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിരിക്കുകയാണ്. നെക്കിൻ്റെ ഭാഗം നമ്മളിപ്പം കട്ട് ചെയ്യുന്നില്ല. നെക്ക് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല, അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. കാരണം പീറ്റർ പാൻ കോളറാണ്. അത് നമ്മൾ ഇതിനെ ഇങ്ങനെ മാറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷന്. അപ്പോൾ ആ ഭാഗത്താണ് നമ്മൾ ഒന്ന് കുഴിച്ച് വെട്ടാനുള്ളത്, നമ്മുടെ ആം ഹോളിൻ്റെ ഭാഗമേ. ഇത് നമ്മുടെ ബാക്ക് പോർഷനുമാണ് നമ്മൾ കട്ട് ചെയ്ത്
എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ നമ്മളുടെ മെയിൻ ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്ത് എടുക്കുകയും കൂടെ ചെയ്യണേ. ഇപ്പം നമ്മൾ ഈ ഫ്രണ്ട് പോർഷൻ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് അകത്തേക്ക് നമ്മളൊരു 1/2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ ഇപ്പം നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് പിന്നീട് നമ്മൾ കട്ട് ചെയ്യുന്നുള്ളേ. ഇനി നമ്മൾ ബാക്ക് പോർഷനാണ് എടുത്തിരിക്കുന്നത്. അവിടെയും നമ്മൾ 1/2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാനായിട്ടാണ് എത്രയുണ്ടെന്ന് നമ്മൾ ഇങ്ങനെ മെഷർ ചെയ്യുകയാണ്. അപ്പം നമുക്കൊരു 7 ഇഞ്ചിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി 2 ഇഞ്ചോളം നമുക്ക് ഇവിടെ തയ്യൽ തുമ്പ് കൊണ്ട്. അപ്പം നമുക്ക് ഓരോരുത്തരും അവനവൻ്റെ തയ്യൽ തുമ്പ് വിട്ടുള്ളത് എത്രയാണോ അതാണ് നമ്മൾ എടുക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ അപ്പോൾ 7 2 9 ഇഞ്ചാണ് നമുക്കിപ്പോൾ ടോട്ടൽ വിട്ട് വേണ്ടത്. എന്നിട്ട് നമ്മൾ സ്ലീവിനായിട്ടുള്ള ഭാഗത്തെ ഇതുപോലെ രണ്ടായിട്ട് നമ്മൾ ആദ്യമേ മടക്കി അതിനെ നമ്മൾ ഒന്നുകൂടെ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ടോട്ടൽ ഇപ്പം സ്ലീവിനായിട്ടുള്ളത് 4ആയിട്ട് ഇതുപോലെ മടക്കി കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം നമ്മളുടെ സ്ലീവിൻ്റെ ഭാഗം നല്ല കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത്, സ്ലീവിൻ്റെ ലെങ്തൊക്കെ നമുക്ക് ഓരോരുത്തർക്കും അവനവൻ്റെ ഇഷ്ടത്തിന് എടുക്കാവേ. നമുക്കിപ്പം കിട്ടുന്ന മാക്സിമം ലെങ്തിൽ നമ്മളിങ്ങനെ എടുത്ത് ഈ ഭാഗം നമ്മൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ വരച്ച് കറക്റ്റ് ക്ലിയറാക്കി കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ആ 9 ഇഞ്ച് വിഡ്ത്ത് കൊടുക്കുക. അതിനകത്ത് 7.5 ഇഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുക. പിന്നെ 2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മളൊരു 3 ഇഞ്ചോളമാണ് നമ്മുടെ ഡൗൺ വേഡ് കൊടുക്കുന്നത്. അത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ആ ഒരു ഭാഗത്തൂടെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വരച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആം ഹോൾ അളന്നിരിക്കുന്നത് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ തയ്യൽ തുമ്പിനുള്ളത് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വരച്ച് കൊടുത്തതിന് ശേഷം ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഈ ക്ലോസ് ആയ ഭാഗത്തേക്ക് നമ്മൾ ഇതുപോലെ മടക്കി കറക്റ്റ് സെൻറ്റർ ഇങ്ങനെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സെൻറ്റർ മടക്കി കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് വീണ്ടും നമ്മൾ ഈ ഒരു ഭാഗത്തിൻ്റെയും സെൻറ്റർ ഇതുപോലെ മടക്കി കൊടുക്കണേ. അതുപോലെ തന്നെ ഈ ഒരു ഭാഗങ്ങളുടെയും കറക്റ്റ് സെൻറ്റർ നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ മടക്കി കൊടുത്തതിന് ശേഷം കറക്റ്റ് പോയിൻ്റ് മാർക്ക് ചെയ്തതിന് ശേഷം ഈ പോയിന്റിൽ നിന്ന് നമ്മൾ 1/2 ഇഞ്ച് മുകളിലേക്കും ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പോയിന്റിൽ നിന്ന് നമ്മൾ 1/2 ഇഞ്ച് താഴേക്കും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. നല്ല നീറ്റായിട്ട് ഒട്ടും കൈക്ക് ചുളുക്കമൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് ഇതുപോലെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്താൽ നമുക്ക് കിട്ടുകയും ചെയ്യുവേ. നമ്മളിപ്പോൾ ഇങ്ങനെ നല്ല നീറ്റായിട്ട് ഈ ഒരു ഭാഗത്തിലൂടെ ഇങ്ങനെ വരച്ച് കൊടുത്തിരിക്കുകയാണ്. ഇനി ഓപ്പൺ എത്രയാണോ നമുക്ക് വേണ്ടത് അത് കൊടുക്കുക. നമുക്കിവിടുത്തെ തയ്യൽ തുമ്പ് എത്രയാണോ അതും കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ അങ്ങ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല നീറ്റായിട്ട് നമുക്കിതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുമേ. ഇനി നമ്മൾ ഈ ഒരു ഭാഗവും ഇതുപോലെ തന്നെ ഇതുപോലെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ ഈ ഒരു സ്ലീവിൻ്റെ ഭാഗത്തെ ഇതുപോലെ നമ്മൾ നിവർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മൾ നല്ല വശങ്ങൾ തമ്മിലായിരിക്കണം ഇതുപോലെ വെച്ച് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ഫ്രണ്ട് പോർഷനായിട്ടുള്ള ഭാഗം കുഴിച്ച് വെട്ടാനായിട്ടാണ് ഒരു ഇഞ്ച് വരെ നമ്മൾ ഇതുപോലെ 3/4 ഇഞ്ചാണെങ്കിലും കുഴപ്പമില്ലേ. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ ഇങ്ങനെ നമ്മൾ കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഫ്രണ്ട് പോർഷനിൽ വരേണ്ടതാണ് ഈ കുഴിച്ച് വെട്ടുന്ന ഭാഗമേ. എന്നിട്ട് നമ്മൾ ഇതിനെ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത് നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ടായിരിക്കണം നമ്മളുടെ 2 ഭാഗവും ഇരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ വരുവേ. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴേ നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്.
ഇപ്പം നമ്മൾക്ക് 2 സ്ലീവ് ഇതുപോലെ നല്ല നീറ്റായിട്ട് ഒരേ അളവിലാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്ത് എടുക്കുമ്പോഴും നമ്മളത് വെച്ച് കൊടുക്കുന്ന ഭാഗം ഒന്ന് ശ്രദ്ധിക്കണേ. നമ്മൾ ഇതുപോലെ ഷോൾഡറിൻ്റെ ഭാഗങ്ങളെല്ലാം കറക്റ്റായിട്ട് എല്ലാം അറ്റാച്ച് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഷോൾഡറിൻ്റെ ഭാഗം അറ്റാച്ച് ചെയ്യുന്നതും നമ്മുടെ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതും ഒക്കെ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്തതിന് ശേഷം ആ ഫ്രണ്ട് പോർഷൻ എടുത്ത് നമ്മൾ ഈ കുഴിച്ച് നമ്മൾ മാർക്ക് ചെയ്ത ഭാഗം ഇപ്പോഴാണ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇങ്ങനെ മാറ്റിയതിന് ശേഷമാണ് ഇനി നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതാണ് നമ്മൾ പീറ്റർ പാൻ കോളർ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഏതൊരാൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു സ്ലീവിൻ്റെ ഈ കുഴിച്ച് വെട്ടിയ ഭാഗം നമ്മളുടെ ഈ ഫ്രണ്ട് പോർഷനിൽ, ഇതാണ് നമ്മളുടെ ഫ്രണ്ട് പോർഷൻ, അവിടെ വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് നല്ല വശങ്ങളെ തമ്മിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അതുപോലെ അറ്റാച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് ഇങ്ങനെ എടുത്തിരിക്കുകയാണ്. സ്ലിറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്ലിറ്റിൻ്റെ വീഡിയോസ് ഇതിനകത്ത് കാണിക്കാത്തത്, സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡ്. അപ്പോൾ ഇതെല്ലാം നല്ല നീറ്റായിട്ട് നമുക്ക് ഈ ഭാഗങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നെക്ക് കട്ട് ചെയ്യുന്നതും നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് വീഡിയോ ഇട്ടിരിക്കുന്നത്. ബാക്കിയെല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യുകയും പിന്നെ നമുക്കൊരു ഇൻസ്റ്റയും ഉണ്ട്, ഫേസ്ബുക്കും ഉണ്ട്, ത്രെഡ് ആൻഡ് ടച്ച് തന്നെയാണ്, അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണേ. പിന്നെ ഒരുപാട് യൂണിഫോം വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിനെല്ലാം പ്ലേലിസ്റ്റ് വേറെ ഉള്ളതാണ്. അപ്പോൾ സിമ്പിളായിട്ട് പ്ലേലിസ്റ്റിൽ കയറി നോക്കിയാൽ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമേ. അപ്പോൾ സ്വന്തമായിട്ട് അതെല്ലാം ചെയ്യാൻ, ബോയ്സിൻ്റെ ഷർട്ട്, ഗേൾസിൻ്റെ ഷർട്ട്, അതുപോലെ തന്നെ ഒരുപാട് ചുരിദാറ്, കോട്ട്, അതെല്ലാം നമ്മൾ യൂണിഫോം വീഡിയോസിന് പ്രത്യേകമായിട്ട് തന്നെ ഇട്ടിരിക്കുന്നതാണ്. അപ്പം തീർച്ചയായിട്ടും കണ്ടു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ, യൂസ്ഫുൾ ആവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.